ശ്രീപത്മനാഭൻ, ഇതിപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇതിന്റെ സാമ്പത്തിക വശം ചർച്ച ചെയ്യും, രാഷ്ട്രീയം ചർച്ച ചെയ്യും. ഇതേ ചർച്ച തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ നടക്കുന്നുണ്ട്, സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം. അതിലൊരു നേതാവ് പറഞ്ഞത്, DK സുരേഷ് എന്ന നേതാവ് പറഞ്ഞത് താങ്കൾ കോട്ട് ചെയ്തു. അതിനപ്പുറത്ത് വളരെ രൂക്ഷമായ വാദപ്രതിവാദങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം നടക്കുന്നുണ്ട്. അതിൽ അവിടുത്തെ ജനങ്ങൾ അഭിപ്രായപ്പെടുന്നത്, ഞങ്ങളുടെ പണം, കന്നഡികന് കിട്ടേണ്ട പണം, തമിഴ്നാട്ടുകാരന് കിട്ടേണ്ട പണം എടുത്തിട്ട് ബീഹാറിൽ സ്പെൻഡ് ചെയ്യുന്നു, ഉത്തർപ്രദേശിൽ സ്പെൻഡ് ചെയ്യുന്നു. അതായത് ഞങ്ങളുടെ പണം ഞങ്ങൾ അങ്ങോട്ട് പണം കൊടുക്കുന്നു, എന്നിട്ട് തിരിച്ച് കൃത്യമായ ആനുകൂല്യം കിട്ടുന്നില്ല. അത് വെച്ച് നോർത്ത് ഇന്ത്യക്കാരെ വലിയ തോതിൽ സംരക്ഷിക്കുകയാണ്. ഈ മറ്റുള്ളൊരു പ്രചരണം അത് രാജ്യത്തിന്റെ ഇന്റഗ്രിറ്റിക്ക് തന്നെ ഗുണകരമായിട്ടുള്ള കാര്യമല്ല. വിവേചനമുണ്ട് എന്ന നിലയിൽ വളരെ ശക്തമായി പ്രചരണം നടക്കുമ്പോഴാണ് മറ്റു തലങ്ങളിലുള്ള അഭിപ്രായങ്ങളൊക്കെ രൂപം കൊള്ളുന്നത് പോലും. അപ്പോൾ സ്വാഭാവികമായി അപ്പോൾ നിങ്ങളതിനെ ഒരു സുരേഷ് അഭിപ്രായം പറഞ്ഞു എന്നുള്ളതിനപ്പുറത്ത് ആ തരത്തിലുള്ള ചർച്ചകൾ കൊഴുക്കുമ്പോൾ ഇങ്ങനെ നോർത്ത് സൗത്ത് ഡിവൈഡ് ഉണ്ടാവുന്നത് നല്ലതല്ല, ഗുണകരമല്ല, നമ്മുടെ രാജ്യത്തിന് അല്ലെങ്കിൽ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് ഒട്ടും മികച്ച കാര്യമല്ല എന്നുള്ള നിലയിൽ ആ ഗൗരവത്തോടു കൂടി കാണണ്ടേ കേന്ദ്ര സർക്കാർ. എന്ന് പറഞ്ഞാൽ ഈ അഭിപ്രായം പറയുന്നതിനെ പിടിച്ച് ജയിലിലിടണമെന്നല്ല. അങ്ങനെ വിവേചനമുണ്ടെന്ന് ഒരു തമിഴ്നാട്ടുകാരനോ കേരളീയനോ കന്നഡികനോ തോന്നാത്ത വിധത്തിൽ ഈ വിഷയം അഡ്രസ് ചെയ്യാനുള്ള ബാധ്യത കേന്ദ്രത്തിനില്ലേ? അഭിലാഷേ, ഇതിനൊന്നും ജനങ്ങളെ കിട്ടൂല. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. 1960കളിൽ തമിഴ്നാട്ടിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ ഹിന്ദിയിൽ എഴുതിയ ബോർഡ് കരിയോലടിക്കലായിരുന്നു DMKൻ്റെ പ്രധാന പണി. പക്ഷേ 1985-ൽ ഞാൻ SSLC CBSE പരീക്ഷ എഴുതിയ ആളാണ്. ആ വർഷം ഹിന്ദിയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയത് ഒരു തമിഴ് കുട്ടിക്കാണ്, പെൺകുട്ടിക്കാണ്. അതൊന്നും അവിടെ ഇനി ചിലവാവില്ല. ആ കാലമൊക്കെ കഴിഞ്ഞു പോയി. പിന്നെ ഇവിടെ കുഴപ്പം എന്താ അറിയോ? ഓവർ പോപ്പുലിസ്റ്റ് നടപടികൾ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം. കർണാടകയിൽ 20 കിലോമീറ്റർ സ്ത്രീകൾക്ക് ബസ്സിൽ ഫ്രീ ആണ് യാത്ര. ഇത് സംസ്ഥാന സർക്കാരിന് ഗുണമാണോ ദോഷമാണോ? കാരണം മാസം 40,000 രൂപ 50,000 രൂപ ശമ്പളമുള്ള സ്ത്രീകളാണ് ബാംഗ്ലൂർ നഗരത്തിൽ KSRTC, അതായത് അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സിൽ ഇടിച്ചു കയറി പോകുന്നത്. ഇതിനു മൂലം ഉണ്ടാവുന്ന ഒന്നും എന്താ അറിയോ? KSRTCയുടെ വരുമാനം കുറയുകയാണ്. 2, ഇവരൊക്കെ കയറാവുന്ന ഓട്ടോറിക്ഷക്കാരൻ ഇന്ന് പട്ടിണിയിലാണ്. എന്താവശ്യം? BPL കാർഡുകാർക്ക് അനുവദിക്കാം, ഒരു പ്രത്യേക കാർഡ് കൊടുത്തോട്ടെ. 40,000 രൂപ 50,000 രൂപ 60,000 രൂപ അതിനു മേലെ ശമ്പളമുള്ള ആളുകൾ കാർ എടുക്കാതെ 5 പൈസ കൊടുക്കാണ്ട് ഇതിൽ പോകാലോ എന്ന് പറഞ്ഞു പോകുന്നു. ഇത്തരത്തിലുള്ള നടപടികളാണ് കർണാടകത്തിൽ കുഴപ്പത്തിലുണ്ടാക്കി. കർണാടക ഗവൺമെന്റ് ഒട്ടനവധി വാഗ്ദാനങ്ങൾ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് മുമ്പ് കൊടുത്തു. പിന്നീട് അധികാരത്തിൽ വന്നപ്പോൾ ഇത് നടപ്പിലാക്കാൻ പറ്റാണ്ടായി, പ്രത്യേകിച്ച് അരി സൗജന്യമായി കൊടുക്കുന്നത്. അപ്പോൾ പറഞ്ഞു കേന്ദ്രം അതിന് ഫണ്ട് അനുവദിക്കണമെന്ന്. ഇവരുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിക്കാൻ കേന്ദ്രത്തിന് ഫണ്ട് അനുവദിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ഇത്തരത്തിൽ ഈ പോപ്പുലിസം ഒരു പരിധിക്കപ്പുറം മുന്നോട്ട് പോകുമ്പോൾ ഇതൊക്കെ കുഴപ്പത്തിലാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അരി സൗജന്യമായി കൊടുക്കാം, പക്ഷെ ബസ് യാത്ര സൗജന്യമായി കൊടുക്കണം, ട്രെയിൻ യാത്ര സൗജന്യമായി കൊടുക്കണം എന്ന് പറഞ്ഞാൽ, അല്ലെ വൈദ്യുതി സൗജന്യമായി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് പൈസ കൊടുത്തിട്ടാണ്. പട്ടിണി മാറ്റാൻ ഭക്ഷണം സൗജന്യമായി കൊടുക്കുന്നത് മനസ്സിലാക്കാം. പക്ഷേ ആധുനിക സൗകര്യങ്ങളൊക്കെ സൗജന്യമായി കൊടുക്കാൻ പോകുമ്പോൾ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക നില പരുങ്ങല്ലാവും. സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ പോപ്പുലിസത്തിന് എവിടെയെങ്കിലും ഒരു ബ്രേക്ക് ഇടണമെന്ന്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ പല സംസ്ഥാനങ്ങളിലും ഉണ്ട്. പക്ഷേ പൊതുവെ 4-5 സംസ്ഥാനങ്ങൾ വലിയ ബുദ്ധിമുട്ടിലാണ്. പഞ്ചാബ്, കേരളം, ആന്ധ്രാപ്രദേശ്, പശ്ചിമ ബംഗാൾ, രാജസ്ഥാൻ. ഈ 5 സംസ്ഥാനങ്ങൾ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് നേരിടുന്നത്. അപ്പോൾ ഞാൻ ഒരൊറ്റ കാര്യം പറയാം. 2,95,000 കോടി രൂപയാണ് 2022 മുതൽ 26 വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിൽ ഈ സംസ്ഥാനങ്ങൾക്ക് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡായി കൊടുക്കാൻ പറഞ്ഞത്. അതിൽ 87% ആദ്യത്തെ 3 കൊല്ലം, അതായത് 22, 23, 24 കൊടുത്തു കഴിഞ്ഞു. 87%, അതായത് 2,95,000 കോടി രൂപയുടെ 87% കൊടുത്തു കഴിഞ്ഞു. ഇനി 13% വരുന്ന 2 വർഷം, അതായത് 25-ലും 26-ലും കൊടുക്കാനുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് കുറവ് വരും. നിങ്ങൾക്ക് കിട്ടേണ്ടതിൻ്റെ സിംഹഭാഗവും കിട്ടിക്കഴിഞ്ഞു. അത് 15ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശയാണ്. അപ്പോൾ ഇതിനൊക്കെ മാനദണ്ഡങ്ങളുണ്ട്, നിയമമുണ്ട്. ഞാൻ എന്താ പറയുന്നത്, കേരളത്തിനോ കർണാടകത്തിനോ ഇനത്തിൽ ഇത്ര രൂപ കിട്ടാനുള്ളത് 15ാം ധനകാര്യ കമ്മീഷൻ പറഞ്ഞത്, നീതി ആയോഗ് പറഞ്ഞത്, GST കൗൺസിൽ പറഞ്ഞത് കിട്ടാനുണ്ടെന്ന് നാളെ പാർലമെന്റിൽ ആരെങ്കിലും ഉന്നയിക്കട്ടെ, കൃത്യമായ കണക്കോടുകൂടി ഉന്നയിക്കട്ടെ. നിർമ്മല സീതാരാമൻ ബുദ്ധിമുട്ടിലാവട്ടെ എന്ന്. ബുദ്ധിമുട്ടിലാക്കൂ നിർമ്മല സീതാരാമനെ, സാധിക്കുമെങ്കിൽ. അതാ എനിക്ക് ചോദിക്കാനുള്ളത്.